ഹലോ, ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ടൗണിൽ നിന്ന് 200 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള നൈറ്റി ബിറ്റാണ് കേട്ടോ. 2.90 നൈറ്റി ബിറ്റൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അതിൽ ഞാൻ എൻ്റെ മോക്കും ഡ്രസ്സ് ചെയ്തു. പിന്നെ എനിക്ക് ഷോർട്ട് ടോപ്പിലായിട്ട് ഷോർട്ട് ടോപ്പും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ചിങ് വീഡിയോ കാണാം. ബാക്ക് പാർട്ട് പ്ലെയിൻ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. താഴെ മടക്കി തയ്ക്കാനായിട്ട് 1 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, 34 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ആ 34 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് നീട്ടിയിട്ട് നേരെയായിട്ട് ലൈനായിട്ട് വരച്ചെടുക്കാം. എന്നിട്ട് അത് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള ലൈനും കൂടി വരച്ചെടുക്കണേ. ഇനി മുകളിലായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ 7.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. 3.5 ഇഞ്ചിൽ നെക്ക് വെടുത്തെടുത്തിട്ടുണ്ട്. ബാക്കിൽ നെക്കിൻ്റെ നീളം വരുന്നത് 3.5 ഇഞ്ചാണ്. ഫ്രണ്ടിൽ നീളം വരുന്നത് 5.5 ഇഞ്ചാണ്. പിന്നെ ആം ഹോൾ ഡെപ്ത്ത് മാർക്ക് ചെയ്യാം. 7 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അതിന് 1/2 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്തിട്ട് കേർവായിട്ട് വരച്ചെടുക്കാം. പിന്നെ 10.5 ഇഞ്ചിൽ ബസ്റ്റിൻ്റെ പോയിൻറ്റും മാർക്ക് ചെയ്തെടുക്കാം. എൻ്റെ യോക്ക് ലെങ്ത്ത് വരുന്നത് 11 ഇഞ്ചാണ്. ആ 11 ഇഞ്ചിൽ യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. അത് നമ്മൾ ഇവിടെ വരയ്ക്കുന്നില്ല. ഫ്രണ്ട് പാർട്ടിനാണ് യോക്ക് ലെങ്ത്തിൻ്റെ ആവശ്യം. ഇത് എന്നിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. താഴോട്ടേക്ക് ജോയിൻ ചെയ്തെടുക്കാം. തയ്ക്കാനായിട്ടുള്ള സീം അലവൻസ് കൊടുക്കുക. 1.5 ഇഞ്ചിലാണ് ഞാൻ സീം അലവൻസ് കൊടുക്കുന്നത്. അത് എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്തിട്ട് താഴെ വരെ മാർക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കാം. നെക്ക് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലും ഞാൻ 3 ലെയർ ആയിട്ടാണ് കൊടുക്കുന്നത്. അത് ബാക്ക് പാർട്ടിൽ തന്നെ എടുത്ത് കാണിച്ചു തരാം. 11 ഇഞ്ചിൽ യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ ബാക്കി വരുന്ന ലെങ്ത്ത് മൂന്നായിട്ട് ഭാഗിച്ചെടുക്കാം. എനിക്ക് കിട്ടുന്നത് 7 ഇഞ്ചാണ്. ആ 7.5 ഇഞ്ചിൽ ലൈൻസ് വരച്ച് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഓരോ ലെയേഴ്സിനും എങ്ങനെയാണ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് 3ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. 3 തട്ടാക്കിയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. 1 2 3ആക്കി വരച്ചെടുത്തിട്ടുണ്ട്. മുകളിലോട്ട് യോക്ക് പാർട്ട് വരച്ച് കാണിച്ചു തരാണ്. യോക്ക് പാർട്ട് നമ്മൾ താഴത്ത് ഷേപ്പിൽ നീളം വരുന്നത് 20 ഇഞ്ചാണ്. ഫുള്ളായിട്ട് പകുതിയാക്കി മടക്കുമ്പോൾ 20 ഇഞ്ചാണ് 2 ഭാഗത്തിൻ്റെ വരുന്നത്. അപ്പം ഫസ്റ്റ് ലെയറിന് നമ്മൾ 10 ഇഞ്ച് അതിനോട് കൂട്ടി കൊടുക്കുക. അപ്പം 30 ഇഞ്ച് കിട്ടും. 30 ഇഞ്ച് പിന്നെ 40, അതിനോട് 10 ഇഞ്ച് കൂട്ടുക, പിന്നെ 10 ഇഞ്ച് കൂട്ടുക, 50 ഇഞ്ച്. അങ്ങനെയാണ് വിഡ്ത്ത് എടുക്കുന്നത്. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ യോക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ടിൻ്റെ യോക്ക് നമ്മൾ ബാക്കിൽ തുണിയിൽ വരച്ച് വെച്ചതുകൊണ്ട് അത് നേരെ എടുത്ത് വെച്ചിട്ട് 4 ഭാഗവും വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എല്ലാ മാർക്കും കറക്റ്റായിട്ട് വരച്ചെടുക്കുക. ഫ്രണ്ടിലെ നെക്ക്, ബാക്കിലെ നെക്ക് ഇതിൽ വരയ്ക്കണമെന്നില്ല. ഫ്രണ്ടിലെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. സീം അലവൻസ് കൊടുത്തെടുക്കുക. പിന്നെ 11 ഇഞ്ചിൽ 11 ഇഞ്ചല്ലേ കറക്റ്റല്ലേ വരുന്നതെന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ആ നെക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി അവിടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിന് കൈക്കുഴിയും കൂടി കട്ട് ചെയ്തെടുക്കുക. 1/2 ഇഞ്ചിൽ ഫ്രണ്ടിൽ മാത്രം കൈക്കുഴി കട്ട് ചെയ്തെടുക്കാം. ഇത് നോച്ചസൊക്കെ കൊടുക്കാം. എല്ലാ ഭാഗത്തും നോച്ചസ് എവിടെയൊക്കെയാണോ വേണ്ടത് നോച്ചസ് കൊടുക്കാം. ഫ്രണ്ടിൻ്റെ നെക്ക് മൊത്തമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ലെയർ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് എടുക്കുക. എന്നിട്ട് അത് മൂന്ന് ഭാഗമാക്കി മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ആ 7 ഇഞ്ചിൽ ഇങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ 3ആക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. 3ആക്കി മടക്കി വെച്ചതിന് ശേഷം 3 ലെയറാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വരട്ടോ. എല്ലാം കറക്റ്റായിട്ട് കിട്ടില്ല. ജോയിൻ ചെയ്യാനായിട്ട് ഒരു പീസ് എക്സ്ട്രാ കട്ട് ചെയ്യുക. അതായത് 4 പീസ് 7.5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കാം. ആദ്യത്തെ ലെയർ വരുന്നത് 15 ഇഞ്ചാണ്. അതിനോട് 1.5 ഇഞ്ച് സീം അലവൻസും കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഫ്രണ്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കും ഫ്രണ്ടും നെക്ക് കട്ട് ചെയ്തെടുത്താൽ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടോ 5 മിനിറ്റിൽ കട്ടിങ് കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ് എങ്ങനെയാണ് കാണാം. നെക്ക് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബയാസ് പീസ് വേണേ, അതായത് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. 2 നെക്കിനോടുള്ളത് കട്ട് ചെയ്തെടുക്കണേ. 1.25 ഇഞ്ചിലാണ് ഞാൻ നെക്ക് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. നെക്ക് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസ് 1.25 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കാം. അതിന് സ്ലീവ് കട്ട് ചെയ്യാനുണ്ട്. സ്ലീവ് ബിഷപ്പ് സ്ലീവാണേ വരുന്നത്. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ആ ഫ്രണ്ടിലെ സ്ലീവിൻ്റെ എത്രയാണോ കൊടുക്കുന്നത് 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് 1.5 ഇഞ്ച് സീം അലവൻസ് കൂടി കൊടുത്തതിന് ശേഷം മടക്കി വെക്കാം. എന്നിട്ട് താഴെ അതേ ഇതിൽ തന്നെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തോനെ ഫ്ലെയർ വേണമെങ്കിൽ താഴേക്ക് കുറച്ചുകൂടെ കൂട്ടിയിട്ട് കൊടുക്കാം. ഞാൻ അതേ ഫ്ലെയർ തന്നെ കൊടുക്കുന്നുള്ളൂ. എത്രയാണോ ലെങ്ത്ത് വന്ന് മാർക്ക് ചെയ്തിട്ട് നേരെ വരച്ചു കൊടുക്കാം.
പിന്നെ കൈക്കുഴീൻ്റെ അടുത്തേക്ക് 3 ഇഞ്ചാണ് കുറയ്ക്കുന്നത്. 3 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 15 ഇഞ്ചിൽ നിന്ന് 3 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈയിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. ഷേപ്പ് വരച്ചതിന് ശേഷം വെട്ടിയെടുക്കാം. ആ വെട്ടി കഴിഞ്ഞതിന് ശേഷം എലാസ്റ്റിക് എടുക്കാൻ നോക്കുക. താഴെ എലാസ്റ്റിക് കൊടുക്കുക, അല്ലെങ്കിൽ ബാൻഡ് വെച്ചിട്ട് പ്ലീറ്റ്സ് ചെറിയ ചെറിയ ഗേദേഴ്സ് കൊടുത്താലും മതി. 9 ഇഞ്ചിലാണ് ഒരു ഭാഗത്തെ എലാസ്റ്റിക് കട്ട് ചെയ്യുന്നത്. അങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതോടെ കഴിഞ്ഞാൽ കട്ടിങ് കഴിഞ്ഞു കേട്ടോ. ഇനിയുള്ളത് സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്ലീവിന് എലാസ്റ്റിക് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആ 2 സ്ലീവും ഉണ്ടാക്കി നിവർത്തി എടുത്തതിന് ശേഷം എലാസ്റ്റിക് വെച്ചെടുക്കാം. എലാസ്റ്റിക് 1.25 ഇഞ്ച് വിട്ടിട്ടാണ് വെക്കുന്നത്. നിങ്ങൾ ഫുൾ എലാസ്റ്റിക് എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും വെക്കാം. എന്നിട്ട് മടക്കിയതിന് ശേഷം എലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യണേ. എലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എലാസ്റ്റിക്കിൻ്റെ മുകളിൽ സ്റ്റിച്ച് വീകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യണേ. എന്നിട്ട് വലിച്ചതിന് ശേഷം മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എലാസ്റ്റിക് വലിച്ച് പിടിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണേ. അല്ലെങ്കിൽ കൈയിൻ്റെ അടിഭാഗം മടക്കി തയ്ച്ചതിന് ശേഷം എലാസ്റ്റിക് പിന്നെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടാലും മതി കേട്ടോ. അങ്ങനെ എലാസ്റ്റിക് ഒരു കൈക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത കൈക്ക് ഇങ്ങനെ തന്നെ വെച്ചെടുക്കാം. അടുത്തത് ലെയേഴ്സിന് ഗേദേഴ്സ് കൊടുത്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് ലെയർ എടുക്കാം. ഫസ്റ്റ് ലെയറിന് ജോയിൻ ചെയ്യാനൊന്നുമില്ലല്ലോ. ജോയിൻ ചെയ്യാനുള്ളത് ജോയിൻ ചെയ്തെടുത്ത് വെക്കാം. ലാസ്റ്റ് ലെയറാണ് ജോയിൻ ചെയ്യുന്നത്. 3ാമത്തെ ലെയർ പീസ് വെച്ച് ജോയിൻ ചെയ്തെടുക്കാം. 2ാമത്തെ ലെയർ അതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കാം. ഓരോ ലെയർ മാറ്റി വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, പിന്നെ തേർഡ് ലെയർ. അത് 3ഉം ഫസ്റ്റ് ലെയർ നിവർത്തിയതിന് ശേഷം ഗേദേഴ്സ് ഇട്ട് കൊടുക്കാം. ഗേദേഴ്സ് ഇടാനായിട്ട് ചെറിയൊരു പിന്നെടുക്കാം. പിന്നെ മുട്ടുസൂചി എടുക്കാം. എന്നിട്ട് താഴെ പ്രഷർ ഫുട്ട് പൊന്തിച്ചെടുക്കാം. പ്രഷർ ഫുട്ട് പൊന്തിച്ചതിന് ശേഷം ആ ഒരു ഗ്യാപ്പിലേക്ക് ഈ സൂചി ഇറക്കി കൊടുക്കാം. എന്നിട്ട് 1.25 ഇഞ്ച് വിട്ടിട്ടാണ് ഗേദേഴ്സ് കൊടുക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് 5 കൊടുക്കണേ. എന്നിട്ട് മെല്ലെ തയ്ച്ചു കൊടുത്താൽ ഗേദേഴ്സ് വന്നിട്ടുണ്ടാവും. ചെറിയ ചെറിയ ഗേദേഴ്സ് മതിയായതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സെക്കൻഡ് ലെയർ തേർഡ് ലെയറും കൂടി ഇതുപോലെ തന്നെ ഗേദേഴ്സ് എടുത്ത് വെക്കാം. ഇനി ഓരോ ലെയറായിട്ട് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ജോയിൻ ചെയ്യാനായിട്ട് ഫ്രണ്ടിൻ്റെ യോക്ക് പാർട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ നല്ല ഭാഗവും ഒരുമിച്ചാക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങളെ യോക്കിനേക്കാളും ഗേദേഴ്സ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഗേദേഴ്സ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അതല്ല കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൊടുത്ത ഗേദേഴ്സ് കട്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ സെക്കൻഡ് ലെയർ നല്ല ഭാഗവും ചേർത്ത് വെച്ചതിന് ശേഷം അതും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 3 ലെയേഴ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടി ജോയിൻ ചെയ്തെടുക്കണം. ബാക്ക് പാർട്ടിൻ്റെ ഷോൾഡറും ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡറും നല്ല ഭാഗവും ചേർത്ത് വെച്ചതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതിൻ്റെ മുകൾക്കൂടെ സെക്യൂർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തെടുക്കാം. 2 ഷോൾഡറും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ബയാസ് പീസ് എടുത്തിട്ട് ജോയിൻ ചെയ്തെടുക്കണം. ബയാസ് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്രോസ് പീസ് ഇനി നല്ല ഭാഗം പുറത്തേക്ക് മടക്കി വെച്ചതിന് ശേഷം നെക്കിൻ്റെ അതേ ഇതിൽ റൗണ്ടാക്കിയിട്ട് തയ്ച്ചെടുക്കാം. നെക്ക് ലൈൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ് ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് ബയാസ് പീസ് വെച്ച് ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ ബയാസ് പീസ് വെച്ച് നെക്ക് ലൈന് മറിച്ച് എടുത്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നോച്ചസ് കൊടുക്കാം. ഓരോ ഭാഗങ്ങളും മറിച്ചിടാൻ വേണ്ടിയിട്ട് നോച്ചസ് കൊടുക്കാം കേട്ടോ. കണ്ടോ, നോച്ചസ് ഇങ്ങനെ ചെറിയ ചെറിയ കട്ട് കൊടുക്കാം. മൊത്തമായിട്ട് കട്ട് ചെയ്ത് പോകരുത്. ആ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. അത് പുറത്തേക്ക് ആക്കി മടക്കി വെച്ചതിന് ശേഷം പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. പ്രസ് സ്റ്റിച്ച് എടുത്ത് ഇനി അത് മടക്കി തയ്ക്കാം കേട്ടോ. മടക്കി തയ്ച്ചെടുക്കാം. ഇത് ചീത്ത ഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കുറച്ചുകൂടി എളുപ്പമായി കേട്ടോ. ഞാനിങ്ങനെ തയ്ച്ചെടുക്കുകയാണ്. അത് ആ ഉള്ളിലുള്ളത് വിട്ടു പോകാണ്ട് നോക്കണേ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച സ്ലീവ് എടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നല്ല ഭാഗവും ചേർത്ത് വെച്ചതിന് ശേഷം അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സ്ലീവിൻ്റെ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടിരിക്കാൻ നടുഭാഗത്തു നിന്ന്
രണ്ട് ഭാഗത്തേക്കായിട്ടാണ് സ്റ്റിച്ച് എടുക്കുന്നത്. ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത ഭാഗം ആക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ രണ്ട് സ്ലീവും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത പണി സൈഡ് ജോയിൻ ചെയ്യലാണ്. സൈഡ് ഹാൻഡിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം അവിടെ മുതൽ താഴെ വരെ ജോയിൻ ചെയ്തെടുക്കുക. അങ്ങനെ രണ്ട് ഭാഗം ജോയിൻ ചെയ്തെടുത്താൽ നമ്മുടെ ഉടുപ്പ് റെഡി ആയിട്ടോ. അങ്ങനെ താഴെ വരെ രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. പിന്നെ ഉള്ള പണി എന്താ വെച്ചാൽ താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കലാണ്. താഴെ ഭാഗത്ത് ആ റേഞ്ചിൽ മടക്കി തയ്ക്കുക. നമ്മൾ ആ റേഞ്ചല്ലേ വിട്ടത്, ആ റേഞ്ചിൽ മടക്കി തയ്ച്ചെടുത്താൽ ടോപ്പ് റെഡിയായി. ഈ വീഡിയോ അവസാനം വരെ എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല. കണ്ടിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഇങ്ങനത്തെ കുറേ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. ചാനൽ